എൻ്റെ പേര് അഭിഷേക് സുരേന്ദ്രൻ. ഞാനാണെങ്കിൽ നെർണത്ത് കടപ്പറയിൽ താമസിക്കുന്നു. സെൻറ്റ് ഗ്രിഗോറിയോസ് വാസ്കുലർ സെൻ്ററിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്കിപ്പോൾ 25 വയസ്സുണ്ട്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ വീട്ടുകാർ എന്നെ ദൈവപാതയിലാണ് നടത്തിയത്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ച് ജീവിച്ചും മുന്നേറി പോകാനായിട്ട് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ദൈവത്തെ ഭയന്ന് ഭക്തിയോടെ ജീവിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. എനിക്കുള്ള ഈ രോഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെ താഴത്തെ 2 അറകൾ തിരിഞ്ഞാണ് ഇരിക്കുന്നത്. 2 ഹോളുണ്ട്. അപ്പോൾ ഈ ശുദ്ധരക്തവും അശുദ്ധ രക്തവും കൂടെ മിക്സ് ആകുന്നതുകൊണ്ട് അങ്ങനെയാണ് ഈ സർക്കുലേഷൻ നടക്കുന്നത് ഈ ശരീരത്തിൽ. അതുകൊണ്ട് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുവാണെങ്കിലും നടക്കുവാണെങ്കിലും പെട്ടെന്ന് നമ്മളെ കിതയ്ക്കും, പെട്ടെന്ന് അസ്വസ്ഥനാവും. അപ്പോൾ ആ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നീട് വളർന്ന് വരുന്തോറും എനിക്ക് എന്നെ തന്നെ മനസ്സിലാകാൻ തുടങ്ങി. അങ്ങനെ മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ തന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു കുട്ടികളെ അടിക്കുകയാണെങ്കിലും എന്നെ അടിക്കത്തില്ല. കാരണം പഠിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ എന്നോട് എന്തോ ഒരു സിമ്പതി പോലെയാണ് എല്ലാവർക്കും തോന്നുന്നത്. പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അവരെ പോലെ ആവണം, എന്തെങ്കിലും ചെയ്യണം, ഡിഫറൻ്റായിട്ട് എന്തെങ്കിലും ഇരിക്കണം എന്നുള്ള ഒരു തീരുമാനം അന്ന് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിക്കാനും നല്ല രീതിയിൽ പോകാനായിട്ട് സാമർഥ്യമൊക്കെ കാണിച്ചിരുന്നു. ഈ ഹൃദയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സർക്കുലേഷൻ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുതലാണ്. ആ അളവ് കൂടുന്നതനുസരിച്ച് എൻ്റെ കണ്ണിലേക്കുള്ള ആർട്ടറിയുടെ ആ കുഴൽ ബ്ലോക്കായി. ആ ബ്ലോക്ക് ആയതുകൊണ്ട് ഒരു കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടു. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ തന്നെ ഒരു സൈഡിൽ ഒരു കറുത്ത മറ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ മറ്റേ കണ്ണ് വെച്ച് അടച്ചു നോക്കിയപ്പം ഒരു കണ്ണിൻ്റെ കാഴ്ച പോയെന്ന് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് എൻ്റെ ട്രീറ്റിംഗ് ഡോക്ടറിനെ പോയി ഞാൻ കണ്ടു. അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എൻ്റെ കാഴ്ച പോയ അനുസരിച്ച് പുള്ളി എന്നെ ശ്രീത്രയിലേക്ക് റെഫർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടെ അഡ്മിറ്റായി കിടന്നു. എന്നിട്ട് കാഴ്ചയ്ക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ അവിടെ കാണുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, കൂടെയുള്ളവർ വിഷമിപ്പിക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് നമ്മൾ എനർജറ്റിക്കായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ഒരു ധൈര്യമാവും എന്ന് വെച്ച് ഞാനാണെങ്കിൽ മുന്നേറാൻ തുടങ്ങി. ദൈവകൃപയാൽ ഇപ്പോൾ എനിക്കൊരു 40% കാഴ്ച ലഭിച്ചിട്ടുണ്ട്. ഒരു സൈഡ് എനിക്കിപ്പോൾ വ്യക്തമായിട്ട് കാണാം. ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. സിസ്റ്റർ ആ സെയിം ജോലി തന്നെ പിറ്റേ ദിവസം തന്നെ പോയി ജോലിയിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. തീർച്ചയായിട്ടും ഈ കാഴ്ച പോയ പിന്നെയാണ് ദൈവത്തെ കൂടുതൽ അടുക്കാൻ തുടങ്ങിയത്. കാരണം ഡോക്ടേഴ്സ് പോലും കൈവിടുമ്പോൾ നമുക്കാകെയുള്ള ഒരാശ്രയം ദൈവം മാത്രമേ ഉള്ളൂ. അതെൻ്റെ ജീവിതത്തിൽ പല തവണ ഞാനാണെങ്കിൽ അനുഭവിച്ചു. ഡോക്ടേഴ്സ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ സർജറി നടത്തണമെങ്കിൽ അതും പറ്റത്തില്ല. എന്ന് വെച്ചാൽ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ദൈവത്തെ തന്നെ പൂർണ്ണമായിട്ട് ആശ്രയിക്കാനേ പറ്റത്തുള്ളൂ ഈ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നു. ദൈവം എന്നെ നടത്തും. ഇതിപ്പം ഈ
ഹൃദയത്തിൻ്റെ പ്രവർത്തനം തന്നെ എന്ന് പറയുന്നത് വളരെയധികം സ്ലോ ആയിട്ടാണ് ഇപ്പോഴും അത് ബീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും മെഡിക്കൽ സയൻസിന് അതൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. എൻ്റെ അറിവിൽ നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്തവർ തന്നെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. ചെറിയ കൊച്ചു പിള്ളേർ വരെ 2 വയസ്സുള്ള പിള്ളേർ വരെ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അന്ന് ഓപ്പറേഷൻ ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് കൊണ്ടായിരിക്കും. കാരണം അന്നത്തെ ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു 10 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ. അതാണ് മാക്സിമം അവർ കുറിച്ച ഒരു ഇത്. പക്ഷേ ഇപ്പം ഞാൻ 25 വയസ്സ് വരെ ജീവിച്ചു. ഇത്രയും ദൈവം നടത്തി, ഇത്രയും ദൈവം എന്നെ പുലർത്തി വലുതാക്കി, നല്ല വിദ്യാഭ്യാസം തന്നു. തീർച്ചയായിട്ടും ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും വഴി നടത്തും. എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചൊരു വാക്യമുണ്ട്, ഫിലിപ്പിയർ 1:21. അത് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഓർത്തു. അത് ഞാനിപ്പോൾ ഒന്ന് പറയാം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ഇപ്പോഴും എന്നപോലെ എപ്പോഴും മഹിമപ്പെടുകയുള്ളെന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഈ വാക്യം ചെറുപ്പം മുതൽ പഠിച്ചുകൊണ്ട് എനിക്ക് പിന്നെ യാതൊന്നിനെ പറ്റിയും പേടിയില്ല. ദൈവം എന്നെ നടത്തും എന്നുള്ളൊരു 100% ഷുവറാണ് എനിക്കിപ്പോഴും. എൻ്റെ ഒരു ദിവസത്തെ ജീവിതം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ പ്രാർത്ഥിക്കുന്നു. ആദ്യം എഴുന്നേറ്റാൽ ഉടൻ തന്നെ പ്രാർത്ഥിക്കുന്നു. 8 മണിയാകുമ്പോഴത്തേക്ക് പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കറക്റ്റ് 9 മണിയാകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുന്നു. തിരിച്ചൊരു 5 മണിയാകുമ്പോഴത്തേക്ക് വരുന്നു. വന്നു കഴിഞ്ഞിട്ട് അത്യാവശ്യം കുറേ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഒരു 7:30 ഇവിടെ ഒരു കുടുംബ പ്രാർത്ഥന നടത്തി 8:30 അത് അവസാനിക്കും. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അന്നത്തെ ദിവസം ഞങ്ങൾ പൂർണ്ണമായിട്ട് ദൈവത്തെ സമർപ്പിച്ചിട്ടാണ് കിടക്കുന്നത്. തീർച്ചയായിട്ടും മാതാപിതാക്കളാണ് എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് തന്നത്. കാരണം ഇങ്ങനൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഏത് മാതാപിതാക്കളാണെങ്കിലും തകർന്നു പോകും. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ട് പറയുന്നത് ഒരുപാട് പിതാക്കൾ കരഞ്ഞുകൊണ്ട് പോകുന്ന അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ എല്ലാം മുന്നിൽ ദൈവം എന്നെ മാനിച്ചു, എൻ്റെ കുടുംബത്തെ മാനിച്ചു എന്ന് പറയാനേ എനിക്കിപ്പോൾ പറ്റുന്നു. ഇപ്പോഴുള്ള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഞാൻ വളരെയധികം സംതൃപ്തനാണ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ എന്നിലൂടെ ദൈവത്തെ അറിയാൻ ആയിരിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് മെഡിക്കൽ സയൻസ് എന്നെ പഠിക്കുമായിരുന്നു ഇത്രയും നാളും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് പോലും ഉത്തരം കാണാത്ത ഒരു സൊല്യൂഷനാണ് ദൈവം കണ്ടെത്തി എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. എനിക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്നുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ഈ ചെറിയ സാക്ഷ്യം അനേകരോട് പറയണമെന്നുണ്ട്. പക്ഷേ ഒരു പൂർണ്ണ സൗഖ്യം വരുവാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുന്നില്ല. കാരണം ഈ ചെറിയ ഇൻസിഡൻറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായി ദൈവം എന്നെ പുലർത്തുന്നുണ്ട്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഇപ്പോൾ കണ്ണിൻ്റെ കാഴ്ച പോയപ്പോഴും ദൈവം എന്നെ വഴി നടത്തുന്നുവെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നുണ്ട്. ദൈവം എന്നെ നടത്തും. ഇത് തന്നെയാണ് എനിക്ക് മറ്റുള്ളവരോടും പറയാനുള്ളത്. ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും. അതിനുള്ള തക്ക മറുപടി ദൈവം തരും.